അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് ദാവീദ് എഴുതിയ 19-ാം സങ്കീർത്തനമാണ്. രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എണ്ണുവാൻ കഴിയാത്ത നക്ഷത്ര കൂട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ചെന്നെത്തുവാൻ മനുഷ്യൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുകയും അവൻ സൂര്യനോട് ഉദിക്കരുതെന്ന് കൽപ്പിച്ചാൽ സൂര്യൻ ഉദിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പല രീതിയിൽ മനുഷ്യന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 19-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രകൃതിയിൽ കൂടി ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന രംഗമാണ് നാം കാണുന്നത്. കോടാനുകൂടി നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഈ നക്ഷത്രങ്ങൾക്കെല്ലാം അതതിൻ്റെ ഭ്രമണപഥമുണ്ട്. ഒരു നക്ഷത്രവും അതിൻ്റെ ഭ്രമണപഥം വിട്ട് മാറാതെ നിയമിച്ച പാതയിൽ കൂടി മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം പുറകിലെ സൃഷ്ടാവിൻ്റെ കരങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. സകല സൃഷ്ടികളും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്നാണ്. 19-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ന്യായപ്രമാണത്തിൽ കൂടി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു എന്നാണ്. നാം ഭൂമിയിൽ എന്തിന് ജീവിക്കുന്നു? നമ്മുടെ ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മരണത്തിന് ശേഷം നാം എങ്ങോട്ട് പോകുന്നു? മരണശേഷം നാം എവിടെ ജീവിക്കും? എന്നിത്യാദി കാര്യങ്ങൾക്കെല്ലാം ഉത്തരം തരുവാൻ പ്രകൃതിക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവവചനത്തിന് ഇതിനെല്ലാം ഉത്തരം തരുവാൻ കഴിയും. മനുഷ്യൻ്റെ ഏത് ചോദ്യത്തിനും ബൈബിൾ ഉത്തരം തരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇയ്യോബ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ അന്നുണ്ടായിരുന്ന മത നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ ജ്ഞാനികൾക്കോ കഴിഞ്ഞില്ല. ഇയ്യോബ് ചോദിച്ച ചോദ്യം ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഇതായിരുന്നു ചോദ്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതിന് ഉത്തരം നൽകിയത് പ്രകാരമാണ്: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രവർത്തിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനും മൃഗങ്ങൾക്കും അതതിൻ്റെ ആത്മാവുണ്ടെങ്കിലും ആത്മാവിൽ ജ്ഞാനവും വിവേകവും ഉള്ളത് മനുഷ്യാത്മാവിന് മാത്രമാണ്. മനുഷ്യൻ്റെ ആത്മാവിൽ ജ്ഞാനത്തെ വെച്ചത് ദൈവമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 36-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവൻ ആർ? മനുഷ്യന് വിവേകം കൊടുത്തവൻ ആർ? മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നതും ജ്ഞാനവും വിവേകവുമാണ്. രണ്ടിനും അതതിൻ്റെ ആത്മാവുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് ജ്ഞാനവും വിവേകവും ദൈവം കൊടുത്തിട്ടില്ല. മനുഷ്യനും മൃഗവും തുല്യ പദവിയിലെത്തുന്നത് എപ്പോഴാണെന്ന് 49-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നതും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നതും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നതും നമ്മുടെ സൃഷ്ടാവാണ് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള ഏതൊരു വസ്തുവിനെ കൊണ്ടും മനുഷ്യാത്മാവിൻ്റെ നിരാശയെ നീക്കുവാൻ കഴിയുകയില്ല. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ഉയരത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജഡം മാത്രമേ ഭൂമിയിൽ നിന്നുള്ളൂ. മണ്ണിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെ കൊണ്ട് മനുഷ്യൻ്റെ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ശരീരത്തെ മാത്രമേ സന്തോഷിപ്പിക്കാനാകൂ. മനുഷ്യൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുവാൻ ദൈവാത്മാവിന് മാത്രമേ സാധിക്കൂ. ദൈവാത്മാവ് മനുഷ്യൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നത് ദൈവവചനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 162-ാം വാക്യത്തിൽ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നും 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്നും ദാവീദ് രേഖപ്പെടുത്തിയത്. ദൈവം നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിച്ചാൽ ഭൂമിയിലെ വെള്ളിക്കോ പൊന്നിനോ നമ്മെ നിരാശപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം ആരാണോ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ അവരോടൊപ്പം വസിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം എവിടെ വസിക്കുമോ അതാണ് സ്വർഗം. ദൈവവചനമായ ബൈബിൾ ദൈവത്തെക്കുറിച്ച് എഴുതിയ വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ ഹിതവും തൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം ബൈബിളിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വഭാവം മാറ്റുന്നവനല്ല ദൈവം. അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. നാം ദൈവവചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ദൈവിക സന്തോഷവും ദൈവിക ജ്ഞാനവും വർദ്ധിക്കുന്നു. എന്നാൽ നാം ദൈവവചനം അനുസരിക്കാതെ ജീവിച്ചാൽ നമ്മുടെ ഹൃദയം കുരുടാവുകയും ആത്മസന്തോഷം നഷ്ടമാവുകയും
നിരാശ ബാധിക്കുകയും ചെയ്യുന്നു. ദൈവവചനം നമുക്ക് പ്രബോധനവും മുന്നറിയിപ്പുകളും തരുന്നുണ്ട്. വചനം അനുസരിക്കുന്നവരെ വഞ്ചിക്കുവാൻ കള്ളപ്രവാചകന്മാർക്കോ കള്ള അപ്പോസ്തലന്മാർക്കോ കള്ള സഹോദരന്മാർക്കോ ഒരു കാലത്തും സാധിക്കുകയില്ല. കാരണം ഫലം കൊണ്ട് വൃക്ഷത്തെ വിവേചിക്കുവാൻ ദൈവവചനം അനുസരിക്കുന്നവർക്ക് സാധിക്കും. ദൈവവചനം അനുസരിക്കുന്നവർ ആത്മീകരാണ്. അവരിൽ ജഡത്തിൻ്റെ സ്വഭാവമായ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിരിക്കുകയില്ല. അതായത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കർമ്മം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ സ്വഭാവങ്ങൾ ദൈവം വെറുക്കുന്ന പാപങ്ങളാകയാൽ ആത്മീകർ ദൈവവചനം അനുസരിക്കുന്നതിനാൽ ജഡസ്വഭാവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ആയതിനാൽ ദൈവാത്മാവ് അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ അവർക്ക് സകലത്തെയും വിവേചിക്കുവാൻ കഴിയുന്നു. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീകൻ എന്ന വാക്ക് അതിൻ്റെ അർത്ഥം പീപ്പിൾ ഹു ആർ ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, അതിനാൽ തന്നെ അവർ ആരാലും വഞ്ചിക്കപ്പെടുകയില്ല. മഞ്ഞ ലൈറ്റ് കണ്ടാൽ വിവേകമുള്ള ഡ്രൈവർമാർ വാഹനം സ്പീഡ് കുറയ്ക്കുകയും റെഡ് ലൈറ്റ് എപ്പോൾ വേണമെങ്കിലും കത്താം എന്ന പ്രതീക്ഷയോടെ വാഹനം ഓടിക്കുകയും ചെയ്യുന്നു. എന്നാൽ മഞ്ഞ ലൈറ്റ് കണ്ടാൽ ചുവന്ന ലൈറ്റ് തെളിയുന്നതിന് മുമ്പ് അപ്പുറം കടക്കുവാൻ സ്പീഡ് കൂട്ടുന്നവരുണ്ട്. അവർ സാധാരണയായി പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു. ഇതുപോലെ തന്നെ ദൈവവചനം ചില കാര്യങ്ങൾ ചെയ്യരുതെന്നും മുന്നറിയിപ്പ് തരുന്നുണ്ട്. ദൈവഭയമുള്ളവർ ആ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികളായ പാപങ്ങൾ ചെയ്യരുത് എന്നത്. ദൈവഭയമുള്ളവർ അങ്ങനെയുള്ള ദൈവം വെറുക്കുന്ന പാപങ്ങളെ വിട്ടു ഓടി സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ ഈ ഭൂമിയിൽ മാത്രമല്ല, അവരുടെ മരണശേഷവും അവരെ പിന്തുടരുക തന്നെ ചെയ്യും. മലാഖി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും 17-ാം വാക്യത്തിലും യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഭയപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കുള്ള നന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 17-ഉം 18-ഉം വാക്യങ്ങളുമാണ് നാം കേട്ടത്. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ബൈബിൾ വായിക്കുവാനും ബൈബിൾ അനുസരിക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. നിശ്ചയമായും പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആകയാൽ വെള്ളിയേക്കാളും പൊന്നിനേക്കാളും നമുക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകിത്തരുന്ന ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ നമ്മുടെ പാപ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് മരിച്ചുയർത്തവനായ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം. നമ്മുടെ നീറുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിത്തരുന്ന യേശുവിനെ നമുക്ക് മാതൃകയാക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ വേണ്ട കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിനായുള്ള വിശപ്പും അങ്ങയുടെ ആത്മാവിനായുള്ള ദാഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വർദ്ധിപ്പിച്ച് തരയണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.